ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദീപക് മീഡിയ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് CSSൻ്റെ മീഡിയ ക്വയറീസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ CSSൽ വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ്. കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെസ്പോൺസീവ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഡെസ്ക്ടോപ്പ് വ്യൂവിനാണ് ഡിസൈൻ ചെയ്യുക. പക്ഷെ നമ്മൾ ആ ടാബിൽ തുറന്നാൽ നമുക്കത് പ്രോപ്പർ അലൈനായിട്ട് കിട്ടില്ല. പിന്നെ നമ്മൾ മൊബൈൽ തുറന്നാൽ അത് തീരെ കിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആൾ സ്ക്രോൾ ചെയ്യണം റൈറ്റിക്ക് ലെഫ്റ്റേക്ക് ആ പേജ് കിട്ടണമെങ്കിൽ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. നമ്മളിപ്പോൾ പഴയ വെബ്സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ പറ്റും. നമ്മൾ ആ സ്ക്രീന് ഭയങ്കര സൂംഡ് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ റൈറ്റിക്ക് കുറേ സ്ക്രോൾ ചെയ്യണം ലോഗിനിക്കൊക്കെ എത്തണമെങ്കിൽ. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ സോൾവ് ചെയ്യുന്നത് CSSൻ്റെ മീഡിയ ക്വയറീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൻ്റെ അവസാനം നമ്മൾ മീഡിയ ക്വയറീസ് പഠിച്ചതിന് ശേഷം നമ്മളൊരു ഇമേജ് ഗാലറി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഇമേജ് ഗാലറി റെസ്പോൺസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ മീഡിയ ക്വയറീസ് പഠിച്ച് ആ മീഡിയ ക്വയറീസ് ആയിരിക്കും നമ്മൾ ആ ഇമേജ് ഗാലറിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അത് മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വരുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. താഴെ നിങ്ങൾക്ക് ദീപക് മീഡിയ എന്ന് പറഞ്ഞ എൻ്റെ പേരും ലോഗോ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഓപ്പൺ ആവും. അതിൽ നിങ്ങൾക്ക് വീഡിയോസ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ അത് മുതൽ കണ്ടു തുടങ്ങിയാൽ മതി. അത് കണ്ടിട്ട് പിന്നെ HTML കണ്ട് CSS കണ്ടിട്ട് പിന്നെ പതുക്കെ ഓരോന്ന് കണ്ടിട്ട് ഈ ട്യൂട്ടോറിയലിലേക്ക് വന്നാൽ മതി. കാരണം ഞാൻ പഠിപ്പിക്കുന്നത് ഒരു പാറ്റേണിൽ കോഡാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൈഡും നിങ്ങൾ കവർ ചെയ്യും. പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പൊക്കെ നോട്ടിഫിക്കേഷനിൽ വരണമെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കും. അപ്പോൾ ഇനി നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളിൽ ഒരു index.html ഉണ്ട്, style.css ഉണ്ട്. ഇത് നമുക്കിവിടെ ഡോക്യുമെൻറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് CSS മീഡിയ ക്വയറീസ് എന്ന് ഇടാം. ജസ്റ്റ് കാരണം നമ്മളിപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ചല്ല ചെയ്യണത്. ഇപ്പോൾ ഇവിടെ മീഡിയ സ്മോൾ ലെറ്റർ QUERIES ഇതന്നെയാണോ അതിൻ്റെ സ്പെല്ലിങ്? മീഡിയ ക്വയറീസ് ഇതന്നെ ആയിരിക്കണം അല്ലേ? ഓക്കെ, എനിവേസ് നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. തെറ്റ് പോലെ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നില്ല ഇത് മിക്കവാറും കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട, ജസ്റ്റ് മീഡിയ ക്വയറി എന്ന് ഇടാം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ഡിവ് ഇടണം, നോർമൽ ഡിവ്. ഈ നോർമൽ ഡിവിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെക്ഷൻ 1 എന്ന് കൊടുക്കാം. ഇത് സ്റ്റൈലിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻഡൻറ്റേഷൻ ഒന്ന് മാറ്റട്ടെ. കാരണം ഇതിപ്പോൾ ഭയങ്കര അടുത്തായി പോയി. അപ്പോൾ ഇൻഡൻറ്റേഷൻ മാറ്റാനാണെങ്കിൽ ജസ്റ്റ് ഫയലിൽ പോവുക, നമ്മളെന്നിട്ട് പ്രിഫറൻസിൽ പോവും, സെറ്റിങ്സ് എടുക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് VS കോഡിൻ്റെ ട്യൂട്ടോറിയൽ ഇട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു VS കോഡ് ട്യൂട്ടോറിയൽ ഉണ്ട്, അതിൽ ഞാൻ എല്ലാ ഷോർട്ട് കട്ട്സും പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രിറ്റിയർ എന്ന് പറഞ്ഞ പ്ലഗിൻ എടുക്കും. ഇവിടെ സ്ക്രോൾ ചെയ്ത് അടിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എത്ര വിടുത്ത് വേണം, അതായത് ഒരു ടെക്സ്റ്റ് ഒരു ലൈനിൽ എത്ര കൊള്ളിക്കണം. ഞാനെപ്പോഴും 124 ആണ് ഇടാറ്. പിന്നെ ടാബ് എടുത്ത്, അതായത് നമ്മൾ ടാബ് സ്പേസ് കൊടുക്കില്ലേ, നമ്മൾ ടാബ് അമർത്തുമ്പോൾ ടെക്സ്റ്റ് ഓരോ സൈഡിലേക്കും ചാടുന്ന കണ്ടിട്ടില്ലേ, അപ്പോൾ അത് എത്ര സ്പേസ് വേണം. അപ്പോൾ അത് ഞാൻ നോർമലി 4 കൊടുക്കാറ്. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇനി ഷിഫ്റ്റ് Alt F അമർത്തി കഴിഞ്ഞാൽ പണ്ട് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യും. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ അലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ സെക്ഷൻ 1 ഉണ്ട്. അത് കുറച്ചും കൂടി സൂം ഇൻ ചെയ്യുക, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാണാൻ. ലെഫ്റ്റ് ടാബ് ക്ലോസ് ചെയ്യാം, Ctrl B അമർത്തിയിട്ട് നമുക്ക് style.css പോവാം. ഇവിടെ നമുക്കിനി സെക്ഷൻ 1 കോൾ ചെയ്യാം. ഈ സെക്ഷൻ 1 നമുക്കൊരു വിഡ്ത്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കിത് 500 പിക്സൽ കൊടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് 500 പിക്സൽ തന്നെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റ്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊരു ലൈറ്റിഷ് കളർ കൊടുക്കാം, സിയാനോ കൊടുക്കാം. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം നമ്മൾ index.html വന്നിട്ട് നമുക്കിവിടെ style.css ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ലിങ്ക് ടാഗ് തുറക്കും. ഇവിടെ നമ്മൾ style.css എഴുതും. ഇപ്പോൾ സേവ് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഡിവ് കിട്ടും. ഇനിയിപ്പോൾ ഞാനിത് സൈഡ് ബൈ സൈഡ് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഇതിപ്പോൾ നോർമൽ ഡെസ്ക്ടോപ്പ് വ്യൂ ആണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഡിവ് എനിക്കിപ്പോൾ ഒരു നോർമൽ വെടുത്ത് എത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എനിക്കൊരു 400 പിക്സൽ വെടുത്ത്, അതായത് ഒരു മൊബൈലിൻ്റെ വെടുത്ത്, ആ വെടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ എനിക്ക് മാറ്റണം. അപ്പോൾ അതായത് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ എനിക്ക് ഈ കളർ ആയിരിക്കണം, പക്ഷേ മൊബൈൽ വ്യൂവിൽ എനിക്ക് ബ്ലാക്ക് ആയിരിക്കണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മീഡിയ ക്വയറീസ് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ മീഡിയ ക്വയറീസ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ style.css വരും. എന്നിട്ട് നമ്മൾ കീ ഫ്രെയിംസ് ചെയ്തില്ലേ, കീ ഫ്രെയിംസ് കണ്ടാണ് നമ്മൾ കീ ഫ്രെയിംസ് എഴുതാം. അതേപോലെ മീഡിയക്കും എന്ന് പറഞ്ഞിട്ടൊരു സിൻടാക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതും, എന്നിട്ട് നമ്മളിവിടെ മീഡിയ എന്ന് എഴുതും. ഈ മീഡിയ ഇനി കുറേ സാധനങ്ങൾ എടുക്കും, അതായത് സ്ക്രീൻ എടുക്കും, പ്രിന്റ് എടുക്കും, സ്പീച്ച് എടുക്കും, അങ്ങനെ 3-4 പ്രോപ്പർട്ടീസ് എടുക്കും. പക്ഷെ നമുക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഡെസ്ക്ടോപ്പും ടാബ്ലറ്റും ബാക്കി ടെക്സ്റ്റ് സ്പീച്ചും പ്രിന്റും അതൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് തീരെ യൂസ് വരാത്ത സാധനമാണ്. ഞാൻ ഇത്ര വർഷം CSS ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ യൂസ് വന്നിട്ടില്ല. അപ്പോൾ ഇതേ തന്നെ നമ്മൾ മീഡിയ സ്ക്രീൻ കൊടുക്കും, എന്നിട്ട് നമ്മളിവിടെ ആൻഡ് ഇടും. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന വെച്ചാൽ എല്ലാ ഡിവൈസിനും ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ആവണം. എന്നിട്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് തുറക്കും.
ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് മാക്സ് വിഡ്ത്ത് മാക്സ് ഹൈറ്റ് അല്ലെങ്കിൽ മിൻ വിഡ്ത്ത് മിൻ ഹൈറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മാക്സ് വിഡ്ത്ത് ഒരു 400 പിക്സൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എൻഡിൽ ഒരു ബ്രാക്കറ്റ് ഇടും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ സ്റ്റൈൽസും ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്കിവിടെ സെക്ഷൻ 1ൻ്റെ സ്റ്റൈൽ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഡോട്ട് സെക്ഷൻ 1 എന്ന് ഇടും, ബ്രാക്കറ്റ് തുറക്കും, നമ്മൾ സാധാരണ സ്റ്റൈൽ ചെയ്യണ പോലെ ഇവിടെ സ്റ്റൈൽ ചെയ്യും. നമുക്ക് വേറെ സെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിവിടെ H1 എന്ന് ഇടും, ബ്രാക്കറ്റ് തുറക്കും, സാധാരണ സ്റ്റൈൽ ചെയ്യും. പക്ഷേ ഇതൊക്കെ എഴുതുന്നത് നമ്മൾ ഈ മീഡിയയുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ സെക്ഷൻ 1ൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ ബ്ലാക്ക് ആക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് ആക്കിയിട്ട് ഞാൻ സേവ് ചെയ്തു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് കാണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ മാക്സ് വിഡ്ത്ത് 400 പിക്സലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ വിൻഡോയുടെ വിഡ്ത്ത് 400 പിക്സലിന് കാട്ടിയും താഴെയാണെങ്കിൽ, അതായത് 400 പിക്സലും 400 പിക്സലിന് കാട്ടിയും താഴെയാണെങ്കിൽ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിതാ ഈ വിൻഡോ വലുതാക്കണം. എന്നിട്ട് നമ്മൾ ഡെവലപ്പർ ടൂൾസിൽ ഓപ്പൺ ചെയ്യണം. ഇത് Ctrl+Shift+I അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പർ ടൂൾസ് ഓപ്പൺ ആവും. ഇതിൽ ഇവിടെ ടോഗിൾ ഡിവൈസ് ടൂൾ ബാർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോൺസീവിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടാബ് ഓപ്പൺ ആവും. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ റെസ്പോൺസീവ് ഉണ്ട്, പിന്നെ പല ടൈപ്പ് ഡിവൈസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് iPhone Xൽ ഈ ഡിസൈൻ എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യാൻ പറ്റും, iPadൽ എങ്ങനെയായിരിക്കും, അതായത് ഒരു ടാബ്ലറ്റിൽ എങ്ങനെയായിരിക്കും ഈ ഡിസൈൻ ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ എല്ലാ ഡിവൈസിലും അറിയണമെങ്കിൽ ജസ്റ്റ് ഈ റെസ്പോൺസീവ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ളതിൽ നിങ്ങൾക്ക് എക്സ്പാൻഡും ഷ്രിങ്കും, അതായത് വലുതാക്കാനും ചെറുതാക്കാനും പറ്റും, ഹൈറ്റ് കൂട്ടാനും കുറക്കാനും പറ്റും ഇവിടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളുള്ള റെസൊല്യൂഷൻ 1175, അത് അതിൻ്റെ വിഡ്ത്തും പിന്നെ 658 അതിൻ്റെ ഹൈറ്റുമാണ്. നമ്മളിപ്പോൾ ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത് 400 പിക്സലിനാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഈ വിൻഡോ, അതായത് നമ്മുടെ ഡിവൈസിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 400 പിക്സലിൽ താഴെയാണെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കി ഇപ്പോൾ 600 ആണ്. പക്ഷേ നമ്മളിപ്പോൾ 400 എത്തുമ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ മാറി ബ്ലാക്ക് ആയി. അപ്പോൾ ഇതാണ് മാക്സ് വിഡ്ത്ത് ചെയ്യണത്. അതായത് ഇപ്പോൾ നമ്മൾ ആ മാക്സ് വിഡ്ത്തിൽ കൊടുക്കുന്ന വാല്യൂന് കാട്ടിയും താഴെയാണെങ്കിൽ ആ സ്റ്റൈൽസൊക്കെ അതിന് അപ്ലൈ ആവും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ബ്ലാക്ക് കളർ ആയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാക്കിൽ പോയിട്ട് ഇവിടെ ഇനി മാക്സ് വിഡ്ത്തിൻ്റെ പകരം മിൻ വിഡ്ത്ത് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് ഓൾറെഡി ബ്ലാക്ക് ആയി. കാരണം മിൻ വിഡ്ത്ത് പറയുന്നത് വെച്ചാൽ മിനിമം 400 വിഡ്ത്താണ്. അപ്പോൾ അതിൻ്റെ മേലെ എന്തെങ്കിലും വരണമെങ്കിൽ അപ്പോൾ തന്നെ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 400 വിഡ്ത്തിൻ്റെ മേലാണ്, അപ്പോൾ അതുകൊണ്ട് ഈ വിഡ്ത്ത് അപ്ലൈ ആയി. പക്ഷേ ഇനി നമ്മൾ 400 വിഡ്ത്തിൻ്റെ താഴെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കളർ ഇപ്പോൾ ബ്ലൂ ആയി, അതായത് ഇവിടുത്തെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ കൺട്രോൾ പോയി, മീഡിയൻ്റെ ഇവിടെ നിന്നുള്ള കൺട്രോൾ പോയി. അപ്പോൾ ഇതിൽ കൺഫ്യൂസ് ആവാനൊന്നുമില്ല. മാക്സ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ മാക്സിമം 400 പിക്സലാണ്, അതിന് താഴെ വന്നാൽ ആ സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ മിനിമം 400, അതിന് മേലെ എന്ത് വന്നാലും ഈ സ്റ്റൈൽ അപ്ലൈ ആവണം. ഇത് നമ്മൾ ഓൾറെഡി CSSൻ്റെ HTML ട്യൂട്ടോറിയൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് ഇവിടെ. അതായത് നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ വിഡ്ത്ത് 500 പിക്സലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഇതാ ഈ വിൻഡോ ഇപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രോളായി. അപ്പോൾ പിന്നെ കാരണം വിഡ്ത്ത് ഇപ്പോൾ കൂടി, കാരണം ഇപ്പോൾ വിഡ്ത്ത് ഡിവൈസ് കണ്ടിയും കൂടുതലാണ്. ഇവിടെ ഒരു സ്ക്രോൾ ബാർ വന്നു, കാരണം ഇപ്പോഴും വിഡ്ത്ത് 500 പിക്സലാണ്. പക്ഷേ അതിൻ്റെ പകരം നമ്മളിവിടെ മാക്സ് വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വിഡ്ത്ത് ഇപ്പോൾ ഡിവൈസിനനുസരിച്ചായി. അതായത് മാക്സിമം വിഡ്ത്ത് 500 ആണ്, പക്ഷേ എപ്പോൾ ഡിവൈസ് 500ൻ്റെ താഴെ വരും അപ്പോൾ തന്നെ ഈ ഡെവ് 100% ആവും. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ സെയിം ലോജിക്ക് തന്നെയാണ് ഈ മീഡിയ ക്വയറീസിനുള്ളത്. ഇനി നമുക്ക് ഇതേപോലെ മിൻ ഹൈറ്റ് നോക്കാം. അപ്പോൾ അതിനായി നമുക്കിതാ ഇത് കമൻറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ മിൻ വിഡ്ത്ത് മാറ്റിയിട്ട് നമുക്കിവിടെ മിൻ ഹൈറ്റ് കൊടുക്കാം. സേവ് ചെയ്തിട്ട് ബാക്കി പോയിട്ട് ഇപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയി, കാരണം ഇപ്പോൾ ഹൈറ്റ് ഈ 400 പിക്സലിനെക്കാളും കൂടുതലാണ്. ഇപ്പോൾ നമ്മളിതാ ഈ ടോഗിൾ ഡിവൈസ് അമർത്തിയതിനു ശേഷം ഇപ്പോൾ നോക്കി കാണാൻ പറ്റും ഇപ്പോൾ 600 പിക്സലാണ്. അപ്പോൾ ഈ സ്റ്റൈൽ അപ്ലൈ ആവും. ഇനി നമ്മൾ ഈ സാധനം ചെറുതാക്കിയിട്ട് 400 കാട്ടി താഴെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റൈൽ ഇപ്പോൾ പഴയ പോലെ ആയത്, അതായത് ഈ സ്റ്റൈൽ അപ്ലൈ ആയി. അതേപോലെ മാക്സിമം ഹൈറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഓൾറെഡി ബ്ലാക്ക് ആയി, പക്ഷെ നമ്മളിപ്പോൾ ഈ ഹൈറ്റ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കളർ മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ക്രീൻ ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ക്രീൻ ഡിവൈസസ്, അതായത് മൊബൈൽ, ടാബ്, ഡെസ്ക്ടോപ്പ് എക്സെട്ര, അപ്പോൾ ഇതിനൊക്കെയാണ് ഈ സ്ക്രീന് പെടാം. പക്ഷേ പിന്നെ ഇത് തന്നെ സ്ക്രീനിൻ്റെ പകരം ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ടാബ്ലറ്റും കമ്പ്യൂട്ടറും മാത്രമല്ലാണ്ട് എല്ലാ മീഡിയ ഡിവൈസിനടക്കം ഈ സ്റ്റൈൽ അപ്ലൈ ആവും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന വഴി ഇത് രണ്ടുമല്ല. ഇത് എഴുതുന്നതിൻ്റെ പകരം ഷോർട്ട് ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെയ്യണത് ഓൾ ആൻഡ് ഇടുന്ന സെയിം ലോജിക്കാണ്, പക്ഷേ ഇത് ഷോർട്ട് ഹാൻഡ് മെത്തേഡാണ്. ജസ്റ്റ് മീഡിയ എന്ന് ഇടാം, പിന്നെ സാധാരണ സ്റ്റൈൽ ചെയ്ത് തുടങ്ങാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയതിനു ശേഷം നിങ്ങളിപ്പോൾ ഇത് ചെറുതാക്കുമ്പോൾ ആ സെയിം സ്റ്റൈൽ തന്നെയാണ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾ ബൈ ചാൻസ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കളർ മാറ്റാൻ പറയണം. നിങ്ങളിപ്പോൾ സീനിയർ ആരെങ്കിലും പറയുന്നത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ കളർ വേണ്ട എന്നിട്ടും പറയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് പ്രിൻറ്റ് എന്നുള്ള കീവേഡ് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഈ മാക്സ് ഹൈറ്റ് റിമൂവ് ചെയ്ത് കളയാം. ഡയറക്റ്റ് പ്രിൻറ്റ് എന്ന് കൊടുത്താൽ മതി. കാരണം പ്രിൻറ്റിൽ പിന്നെ മാക്സ് ഹൈറ്റ് മാക്സ് വിഡ്ത്ത് ഇല്ലല്ലോ, കാരണം പ്രിൻറ്റ് ചെയ്യുന്നത് ഒരു പേപ്പറിലാണ്. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കി വന്നിട്ട് Ctrl+P അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പ്രിവ്യൂവിൽ ഇപ്പോൾ ബ്ലാക്ക് കളറാണ് വരാം. അത് പ്രിൻറ്റിൽ മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ഇത് റിമൂവ് ചെയ്തിട്ട് സാധാരണ സ്റ്റൈൽ ചെയ്യുന്ന പോലെ സ്റ്റൈൽ ചെയ്തിട്ട് ഇപ്പോൾ ബാക്കി വന്നിട്ട് Ctrl+P അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കളറ് നമ്മൾ കൊടുത്ത കളർ തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ
ഇവിടെ ചെറുതാക്കിയാലൊന്നും അതിന് കളർ മാറില്ല, കാരണം നമ്മളത് പ്രിന്റിലല്ല എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ റീപ്ലേസ് ചെയ്യണത് ഓൾ ആൻഡ് എന്നുള്ള കീവേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഓൾ ആൻഡ് കീവേഡ് അപ്ലൈ ആവണത് എല്ലാ മീഡിയ ഡിവൈസിനാണ്, അല്ലാണ്ട് ഈ പ്രിന്റിനല്ല. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും ഡീപ്പായിട്ട് പോകണ്ട. ജസ്റ്റ് മീഡിയ ക്വയറീസ് എഴുതാൻ തുടങ്ങിയാൽ ജസ്റ്റ് ഇവിടെ മീഡിയ എന്ന് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഇപ്പോൾ പ്രിന്റിൽ മാറ്റുന്ന വെച്ചാൽ ജസ്റ്റ് പ്രിന്റ് കൊടുക്കുക, ടി മാക്സ് ഹൈറ്റും മാക്സ് എടുത്തുകൊണ്ട് റിമൂവ് ചെയ്യാം. അത്രേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിനുള്ളിൽ ഒരു ടെക്സ്റ്റ് എഴുതാൻ പോകണം. ഇപ്പോൾ ഇവിടെ ഞാൻ H1 എന്ന് പറഞ്ഞിട്ട് വെൽക്കം ടു ഡീബഗ് മീഡിയ ഇത് സേവ് ചെയ്ത് ഇപ്പോൾ ടെക്സ്റ്റ് ഉണ്ട്. എന്നിട്ടിപ്പോൾ എനിക്ക് ഈ ടെക്സ്റ്റ് ലെഫ്റ്റിലേക്ക് ആക്കണം. അത് ഓൾറെഡി ലെഫ്റ്റിലാണ്, പക്ഷെ എന്നാലും ഞാൻ ലെഫ്റ്റിലേക്ക് കൊടുക്കണം. ഇപ്പോൾ ഞാനിതാ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് കൊടുത്തു. ഇപ്പോൾ സേവ് ചെയ്ത് ഇപ്പോൾ ലെഫ്റ്റിലാണുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഇതൊരു മൊബൈൽ വ്യൂവിൽ, അതായത് ഇപ്പോൾ ഒരു iPhone X അതെത്തുമ്പോൾ എനിക്ക് ഈ ടെക്സ്റ്റ് കണ്ടില്ല, ഇതിപ്പോൾ ഫുൾ വെടുത്തായി കിടക്കണം. അപ്പോൾ ഇത് നോർമലി അങ്ങനെ കിടക്കുന്നത് നല്ലതല്ല, കാരണം ഒരു സുഖമില്ലല്ലോ. കാരണം കണ്ടെയ്നറിൻ്റെ സെയിം ഹൈറ്റ് സെയിം വെടുത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ കാണാൻ പറ്റും 32 ആണ്. അപ്പോൾ 32 ഒരു മൊബൈൽ ഡിവൈസിന് ഭയങ്കര വലുതാണ്. നമ്മൾ ഉപയോഗിക്കുക 12, 14, 16, 18 അങ്ങനെയൊക്കെ നമ്മൾ മൊബൈൽ ഡിവൈസിൽ യൂസ് ചെയ്യുക. അതിൽ ഒരിക്കലും 32 യൂസ് ചെയ്യില്ല, അത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ iPhone X നമുക്ക് ചെറിയ ഫോണ്ട് ആക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇപ്പോൾ റെസ്പോൺസീവ് ആക്കാം. നമുക്ക് ഇവിടെ തന്നെ വെക്കാം, നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. ഇപ്പോൾ നമ്മൾ ബാക്കി പോയതിനു ശേഷം iPhone X ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 400 പിക്സലാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ മാക്സ് എടുത്ത് കൊടുക്കാം. അപ്പോൾ 400 പിക്സലിൻ്റെ താഴെയുള്ള ഡിവൈസിനൊക്കെ നമ്മളിവിടെ വന്നിട്ട് അപ്പോൾ അതിനായി നമുക്കിവിടെ ഒരു ഫോൺ സൈസ് ഒരു 14 പിക്സൽ കൊടുക്കാം. ഇവിടെ 14 പിക്സൽ കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ പാഡിങ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം ഇപ്പോൾ അത് ടോപ്പിൽ ഭയങ്കര കൂടുതലായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പാഡിങ് ഒരു 10 പിക്സൽ കൊടുക്കാം. എന്നിട്ട് നമുക്കതിന് ടെക്സ്റ്റ് സെൻറ്ററിലും ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ടെക്സ്റ്റ് സെൻറ്ററിലാക്കും. ഇത് ക്ലിക്ക് ചെയ്തിട്ട് iPhone X ക്ലിക്ക് ചെയ്ത് അതിനിപ്പോൾ കാണാൻ പറ്റും പ്രോപ്പർ പാഡിങ്ങും ടെക്സ്റ്റ് സെൻറ്ററിലായിട്ടും ഉണ്ട്. കാരണം iPhone X ഉള്ളത് 400 പിക്സലിൻ്റെ താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റൈൽ മൊത്തം അപ്ലൈ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ 400 പിക്സലിൻ്റെ എപ്പോൾ പുറത്തു പോകും അപ്പോൾ അത് പഴയ പോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചത് ഇവിടെ നമ്മളിപ്പോൾ ഡിവൈസ് ചെറുതാകുമ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റൈലായി, ഡിവൈസിന് കൂടുതലാകുമ്പോൾ അതിനനുസരിച്ച് സ്റ്റൈലും മാറി. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഈ വെൽക്കം ടു ഡീബഗ് മീഡിയ എന്നുണ്ട്. പക്ഷേ ഈ മീഡിയ നിങ്ങൾക്ക് മൊബൈൽ വ്യൂവിൽ കാണിക്കണ്ട, വെൽക്കം ടു ഡീബഗ് എന്ന് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ അതും നിങ്ങൾക്ക് പറ്റും. ഫോർ എക്സാമ്പിൾ index.html പോവാം. ഇവിടെ നമുക്ക് ഈ മീഡിയ എടുത്തിട്ട് സ്പാൻ ടാഗിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് style.css പോവാം. എന്നിട്ട് 400 പിക്സലിന് താഴെ, അതായത് മൊബൈൽ വ്യൂവിലാണെങ്കിൽ നമുക്കിവിടെ ഈ സ്പാൻ ടാഗ് വേണ്ട. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഡിസ്പ്ലേ 2 കൊടുക്കും. ഇപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വെൽക്കം ടു ഡീബഗ് മീഡിയ ഉണ്ട്. ചെറിയ ഡിവൈസ് ആകുമ്പോൾ വെൽക്കം ടു ഡീബഗ് എന്നുള്ളൂ. അതായത് മീഡിയ എന്നുള്ള വാക്ക് നമ്മൾ ഡിസ്പ്ലേ കൊടുത്തിട്ട് റിമൂവ് ചെയ്തു. അപ്പം അങ്ങനെ ജസ്റ്റ് ഈ ഒരു കീവേഡ് കൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഡിവൈസിനും റെസ്പോൺസീവ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ മാക്സ് വിഡ്ത്തും മാക്സ് ഹൈറ്റും മിൻ ഹൈറ്റും അല്ലാണ്ട് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും പറയില്ലേ, ആ ഒരു കോൺസെപ്റ്റ് ഇതിലും ഉണ്ട്. അപ്പം അതിനായി ഇപ്പോൾ നമുക്കിത് ഈ 400 പിക്സൽ റിമൂവ് ചെയ്തിട്ട് ഈ മാക്സ് വിഡ്ത്തിൻ്റെ പകരം നമ്മളിവിടെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ചെയ്തു. ഇതിൻ്റെ വാല്യൂ നമുക്ക് ലാൻഡ്സ്കേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പോർട്രേറ്റ് കൊടുക്കാം. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ സാധാ ടെക്സ്റ്റാണ്, നമ്മൾ ഈ കൊടുത്ത പ്രോപ്പർട്ടീസ് ഒന്നും അപ്ലൈ ആയില്ല. അതെന്തുകൊണ്ടാണ്? കാരണം ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ വിഡ്ത്താണ് കൂടുതൽ. അപ്പോൾ വിഡ്ത്ത് എപ്പോൾ ഹൈറ്റിനെക്കാട്ടും കൂടുതലാവും അപ്പോഴാണ് ഈ സ്റ്റൈൽ അപ്ലൈ ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്കിത് ഈ ഹൈറ്റ് കുറക്കാം, ഒരു 500 പിക്സൽ ഇടാം. നമ്മൾ വിഡ്ത്ത് ഇപ്പോൾ 282 ആണ്. പക്ഷേ ഈ വിഡ്ത്ത് ഇപ്പോൾ എപ്പോൾ ഹൈറ്റിനെക്കാട്ടും കൂടും ആ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ സ്റ്റൈൽ അപ്ലൈ ആവും. കണ്ടില്ലേ? അപ്പോൾ ഇവിടുത്തെ ഹൈറ്റിനെക്കാട്ടും കൂടിയപ്പോൾ സ്റ്റൈൽ അപ്ലൈ ആയി. അപ്പോൾ ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും നിങ്ങളിപ്പോൾ മൊബൈലിൽ തന്നെ ക്യാമറ എടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ലാൻഡ്സ്കേപ്പിൽ എടുക്കുക, പോർട്രേറ്റിൽ എടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോജിക്ക്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പ് മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ പോർട്രേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇപ്പോൾ നോർമൽ സ്റ്റൈലായി, അതായത് പഴയ പോലെ. പക്ഷേ എപ്പോൾ ഹൈറ്റ് വിഡ്ത്തിനെക്കാട്ടും കൂടും ആ ടൈമിൽ തന്നെ ഇതിൻ്റെ സ്റ്റൈൽ അപ്ലൈ ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മീഡിയ ക്വയറീസിൻ്റെ എല്ലാ കാര്യം കവർ ചെയ്തു. ഇനിയാണ് നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഇമേജ് ഗാലറി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിളായിരുന്നു ഇമേജ് ഗാലറി ഉണ്ടാക്കാൻ, അത് റെസ്പോൺസീവായിട്ട്. അപ്പോൾ ആ ഇമേജ് ഗാലറി ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് അടുത്ത ട്യൂട്ടോറിയലാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞതൊക്കെ നിങ്ങളിപ്പോൾ ഒന്നുകൂടിയും പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ഇമേജ് ഗാലറി വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിളായിരുന്നു ഇത് ഉണ്ടാക്കാനെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് 2 പാർട്ട് സീരീസ് ആയിട്ട് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിനും ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.